അതിവേഗ വാർത്തകൾ ആരംഭിക്കുന്നു. രാജീവ് ചന്ദ്രശേഖറിനെ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനായി പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്ത് ചേർന്ന സംസ്ഥാന കൌൺസിൽ യോഗത്തിൽ കേരളത്തിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള പ്രഹ്ലാദ് ജോഷിയാണ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. അതോടൊപ്പം ദേശീയ സമിതിയിലേക്ക് 30 പേരെയും തെരഞ്ഞെടുത്തു. വയനാട് മുണ്ടക്കൈ ചൂരൽ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ടു പോകാമെന്ന് ഹൈക്കോടതി. പദ്ധതിക്കായി എൽസ്റ്റൺ എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുക്കാമെന്ന് ഡിവിഷൻ ബെഞ്ച് വിധിച്ചു. 26 കോടി രൂപ നഷ്ടപരിഹാരമായി കോടതിയിലുടൻ കെട്ടിവെക്കണം. പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും കോടതി ഉത്തരവിട്ടു. കണ്ണൂരിലെ ബിജെപി പ്രവർത്തകൻ സൂരജ് കൊലക്കേസിൽ 8 പ്രതികൾക്ക് ജീവപര്യന്തം തടവ്. ശിക്ഷ 2 മുതൽ 9 വരെയുള്ള പ്രതികൾക്ക്. 11ാം പ്രതി പ്രദീപന് 3 വർഷം തടവ്. വിധി തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേത്. ശിക്ഷ വിധിച്ചത് 19 വർഷത്തിനു ശേഷം. ഫോൺ ചോർത്തൽ ആരോപണത്തിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് PV അൻവറിന് ആശ്വാസം. പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലാണ് അൻവറിനെതിരെ തെളിവുകളില്ലെന്ന് പോലീസ് ചൂണ്ടിക്കാട്ടിയത്. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. സംസ്ഥാന വ്യാപകമായി ഉപവാസ സമരം സംഘടിപ്പിച്ച് ആശാവർക്കർമാർ. ഡോക്ടർ P. ഗീത ഓൺലൈനായി സമരം ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടേറിയറ്റിന് മുന്നിലെ നിരാഹാര സമരം 5ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴാണ് സംസ്ഥാന തലത്തിൽ ഉപവാസം. പ്രതിഷേധത്തിന്റെ ഭാഗമായി ജില്ലാ കേന്ദ്രങ്ങളിലും ഹെൽത്ത് സെന്ററുകളിലും വീടുകളിലും സ്ത്രീകൾ ഉപവാസമിരുന്നു. യാക്കോബായ സഭയുടെ പുതിയ ശ്രേഷ്ഠ കാതോലിക്ക ബാവയായി ജോസഫ് മാർ ഗ്രിഗോറിയോസിനെ നാളെ വാഴിക്കും. ലെബനനിലെ ബെയ്റൂട്ടിൽ ഇന്ത്യൻ സമയം രാത്രി 8:30-ക്കാണ് ചടങ്ങുകൾ. മന്ത്രി P. രാജീവിന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധി സംഘവും കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി സംഘവും ചടങ്ങിൽ പങ്കെടുക്കും. ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയെ ജോലിയിൽ നിന്ന് നീക്കി. യശ്വന്ത് വർമ്മയെ നീക്കി ചീഫ് ജസ്റ്റിസ് D.K. ഉപാധ്യായ അടിയന്തര ഉത്തരവിറക്കി. ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് കെട്ടുകണക്കിന് പണം കണ്ടെത്തിയതിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് നടപടി. പണം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണ സമിതി വിദഗ്ധരുടെ സഹായം തേടും. യശ്വന്ത് വർമ്മയുടെ മൊബൈൽ ഫോണും പരിശോധിക്കും. ഗാസയിൽ ശക്തമായ ആക്രമണം തുടർന്ന് ഇസ്രായേൽ റഫായിലും ഖാൻ യൂനിസിലും ഇന്നലെ നടന്ന ആക്രമണത്തിൽ 35 പേർ കൊല്ലപ്പെട്ടു. മരിച്ചവരിൽ 5 കുട്ടികളുമുണ്ട്. തെക്കൻ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ രാഷ്ട്രീയ നേതാവ് സാലഹ് അൽ-ബാർദാവിലും ഭാര്യയും കൊല്ലപ്പെട്ടു. അമേരിക്കയുമായുള്ള തീവ്ര യുദ്ധത്തിന് പിന്നാലെ കാനഡയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി മാർക്ക് കാർണി. ഏപ്രിൽ 28-ന് കാനഡയിൽ വോട്ടെടുപ്പ് നടക്കുമെന്ന് കാർണി അറിയിച്ചു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനായി ഗവർണർ ജനറൽ മേരി സൈമണിനെ കാർണി സന്ദർശിച്ചിരുന്നു. കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് കാർണി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള 3ാം ഘട്ട ചർച്ചകൾ സൗദി അറേബ്യയിൽ തുടങ്ങി. തന്ത്രപ്രധാന മേഖലകളിൽ ഇരു രാജ്യങ്ങളും 1 മാസത്തെ വെടിനിർത്തലിന് ഭാഗികമായി സംബന്ധിച്ച സാഹചര്യത്തിലാണ് തുടർ ചർച്ചകൾ. ഇരു രാജ്യങ്ങളുടെ പ്രതിനിധികളുമായി വെവ്വേറെ ചർച്ചകളാണ് അമേരിക്ക നടത്തുന്നത്. അമേരിക്കൻ സംഘം ഉക്രൈനുമായി ആദ്യ റൗണ്ട് ചർച്ച നടത്തി. കോഴിക്കോട് കാഴശ്ശേരിയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കർഷകന് പരിക്ക്. തേക്കുംകുറ്റി സ്വദേശി സലീമിനാണ് പരിക്കേറ്റത്. വീടിനോട് ചേർന്ന കൃഷിയിടത്തിൽ പണിയെടുക്കുന്നതിനിടെയായിരുന്നു ആക്രമണം. പരിക്കേറ്റ സലീം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. തിരുവനന്തപുരം ചിറയൻകീഴിൽ നിന്ന് 127 ഗ്രാം MDMA പിടികൂടിയ കേസിലെ പ്രധാന പ്രതി ബാംഗ്ലൂരിൽ നിന്നും പിടിയിൽ. പത്തനംതിട്ട കരിമ്പരക്കുഴി സ്വദേശി അലൻ ഫിലിപ്പാണ് പോലീസിന്റെ പിടിയിലായത്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലായത്. തിരുവനന്തപുരം കാട്ടാക്കട ആമച്ചിലിൽ യുവാവിൽ നിന്ന് 195 ഗ്രാം MDMA പിടിച്ചു. MDMA പിടിച്ചെടുത്തത് ആമച്ചിൽ സ്വദേശി വിഷ്ണുവിന്റെ വീട്ടിൽ നിന്ന്. ബ്രെഡിനുള്ളിൽ ഹോളുണ്ടാക്കി ഒളിപ്പിച്ചാണ് MDMA കടത്തിയത്. ബംഗളൂരുവിൽ നിന്ന് MDMA കടത്തുന്നു എന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. കോട്ടയം പനമ്പാലത്ത് ലോൺ അടയ്ക്കാൻ വൈകിയതിനെ തുടർന്ന് രോഗിയായ ഗൃഹനാഥന് മർദ്ദനം. പനമ്പാല സ്വദേശി സുരേഷിനെയാണ് പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരൻ ആക്രമിച്ചത്. ബെൽസ്റ്റാർ എന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് പ്രതി. ഗൃഹനാഥന്റെ പരാതിയിൽ പ്രതിയായ പന്നിമറ്റം സ്വദേശി ജാക്സനെ ഗാന്ധിനഗർ പോലീസ് കസ്റ്റഡിയിലെടുത്തു.
കൊച്ചി കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് വേട്ടയിൽ കഞ്ചാവ് വാങ്ങാൻ പണം നൽകിയ വിദ്യാർത്ഥികളെ പ്രതികളാക്കില്ല, സാക്ഷികളാക്കാനാണ് തീരുമാനം. വിദ്യാർത്ഥികൾ 16,000 രൂപയാണ് ഗൂഗിൾ പേ വഴി പ്രതി അനുരാജിന് അയച്ചു നൽകിയത്. ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് പ്രതികളെ ഇനിയും ചോദ്യം ചെയ്യാനാണ് തീരുമാനം. തൃശൂർ വടക്കാഞ്ചേരി കല്ലംപാറയിൽ ഒരാൾക്ക് വെട്ടേറ്റു. കുടിവെള്ള പദ്ധതിക്കായി കുഴൽക്കിണർ കുഴിക്കുന്നതിനിടെ ഉണ്ടായ തർക്കത്തിനിടെയാണ് സംഭവം. കുടിവെള്ള സമിതി സെക്രട്ടറി മോഹനനാണ് വെട്ടേറ്റത്. സമീപവാസിയായ ഏലിയാസ് ആണ് മോഹനനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ വീരരാഘവം സ്മൃതി മണ്ഡപം സാമൂഹ്യ വിരുദ്ധർ തകർത്തെന്ന് പരാതി. അത്താഴമംഗലത്ത് നഗരസഭ 13.5 ലക്ഷം രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ വീരരാഘവം മണ്ഡപമാണ് തകർത്തത്. മണ്ഡപത്തിൽ സ്ഥാപിച്ചിരുന്ന ചരിത്രഫലകവും തൂണുകളും ദാഹജല പന്തലും ആക്രമി തകർത്തു. തൃശൂർ ആളൂരിൽ കൊടുവാൾ കൊണ്ട് ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. ആളൂർ സ്വദേശി ജിൻഡോ ജോണിയാണ് ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ കേസിലെ പ്രതികളായ 3 പേരെ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. ആളൂർ സ്വദേശി അമ്മീഷിന്റെ വീട്ടിലേക്ക് 4 പേർ അതിക്രമിച്ച് കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അമ്മീഷിനെ വെട്ടുകയായിരുന്നു. തൃശൂരിൽ കുപ്രസിദ്ധ ഗുണ്ട കയ്പമംഗലം സ്വദേശി അർജുനെ 6 മാസത്തേക്ക് കാപ്പ ചുമത്തി തടങ്കലിലാക്കി. അർജുൻ 12ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതി. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് പ്രതിക്കെതിരെ കാപ്പ ചുമത്തിയത്. കൊല്ലം ആര്യങ്കാവിൽ ചന്ദനമരം മുറിച്ചു കടത്തി കേസിൽ 3 പേർ പിടിയിൽ. തമിഴ്നാട് സ്വദേശികളായ മണികണ്ഠൻ, അജിത് കുമാർ എന്നിവരാണ് പിടിയിലായത്. തമിഴ്നാട് പുളിയറയിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത്. ആലപ്പുഴ വിയ്യപുരത്ത് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് ലോറി കത്തിനശിച്ചു. തമിഴ്നാട് സേലത്ത് നിന്നും കൊയ്ത്തുമെതി യന്ത്രം കയറ്റി വന്ന ലോറിയാണ് കത്തിനശിച്ചത്. നിർത്തിയിട്ട ലോറി ആയതിനാൽ ആളപായമില്ല. തിരുവനന്തപുരം വർക്കലയിൽ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. നടയറ സ്വദേശി ഷിബുവാണ് മരിച്ചത്. ഈ മാസം 4-ാം തീയതിയായിരുന്നു ഷിബുവും കുടുംബവും സഞ്ചരിച്ച സ്കൂട്ടറിൽ കാറിടിച്ചത്. കാർ ഡ്രൈവർ മദ്യലഹരിയിലായിരുന്നു. മലപ്പുറം വളാഞ്ചേരി താജ് നഗറിൽ കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്ക്. തൃശൂരിൽ നിന്ന് മലപ്പുറത്തേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം. സംഭവത്തിൽ വളാഞ്ചേരി പോലീസ് നടപടി സ്വീകരിച്ചു. തൃശൂർ കൊടുങ്ങല്ലൂരിൽ നിയന്ത്രണം വിട്ട കാർ ബസ്സിൽ കൂട്ടിയിടിച്ച് ബസ് യാത്രക്കാരായ 6 പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം തകർന്നുവെങ്കിലും യാത്രക്കാർക്ക് പരിക്കേറ്റിട്ടില്ല. ശൃംഗപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപത്തായിരുന്നു അപകടം. വയനാട് ചീരാലിൽ ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ യുവതലമുറയെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി. ചീരാൽ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മത്സരം ഗാന്ധി ദർശൻ സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് ആന്റണി ചീരാൽ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രൽ ഇടവകയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ പ്രതിജ്ഞയും റാലിയും സംഘടിപ്പിച്ചു. വലപ്പാട് SI ജിംബിൾ ലഹരി വിരുദ്ധ ക്ലാസ് എടുത്തു. റാലിയിൽ നിരവധി പേർ പങ്കാളികളായി. തിരുവനന്തപുരം പ്ലാവൂരിൽ BJP പ്ലാവൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സദസ്സ് സംഘടിപ്പിച്ചു. BJP സംസ്ഥാന കൗൺസിൽ അംഗം സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് PS സന്ധ്യ അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ലിഫ്റ്റിൽ യാത്രക്കാർ കുടുങ്ങി. 3ാമത്തെ പ്ലാറ്റ്ഫോമിലെ ലിഫ്റ്റിലാണ് വന്ദേ ഭാരതിന് യാത്ര ചെയ്യേണ്ട യാത്രക്കാർ കുടുങ്ങിയത്. വന്ദേ ഭാരത് 10 മിനിറ്റ് പിടിച്ചിട്ടെങ്കിലും ലിഫ്റ്റിൽ കുടുങ്ങിയവരെ പുറത്തിറക്കാൻ സാധിക്കാത്തതിനാൽ ട്രെയിൻ പുറപ്പെട്ടു. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ തുല്യതാ പഠിതാക്കൾക്കുള്ള പാഠപുസ്തകങ്ങൾ മഴ കൊണ്ട് നശിച്ചു. മലപ്പുറം മുനിസിപ്പൽ ടൗൺ ഹാളിന് സമീപത്ത് സൂക്ഷിച്ചിരുന്ന പാഠപുസ്തകങ്ങളാണ് വേനൽ മഴയിൽ നശിച്ചത്. സംസ്ഥാനത്തെ സുരക്ഷിത കടൽ തീരങ്ങളുടെ പട്ടികയിൽ നിന്നും ഫോർട്ട് കൊച്ചി ബീച്ച് പുറത്തേക്ക്. വിവിധ ട്രാവൽ ബ്ലോഗുകളുടെയും ടൂറിസം ഏജൻസികളും പ്രസിദ്ധീകരിക്കുന്ന ബീച്ച് പട്ടികയിലാണ് കൊച്ചി തീരം 10ാം സ്ഥാനത്ത് നിന്നും പിന്തള്ളപ്പെട്ടത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകര അതിയന്നൂർ കനാലിൽ മാലിന്യം കുമിഞ്ഞുകൂടുന്നു. ഇതുമൂലം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന പ്രദേശവാസികൾ. അവസ്ഥയ്ക്ക് കാരണം അധികൃതരുടെ അനാസ്ഥയെന്നും നാട്ടുകാർ. സർക്കാർ നടപ്പാക്കുന്ന പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയിൽ
മാലിപ്പുറം സ്വതന്ത്ര മൈതാനിയിലെ കളിക്കളം നഷ്ടമാകുമെന്ന ആശങ്കയിൽ മാലിപ്പുറത്തെ കായിക താരങ്ങൾ. നവീകരണത്തിന്റെ ഭാഗമായി ഓപ്പൺ സ്റ്റേജ്, ഓപ്പൺ ജിംനേഷ്യം, നടപ്പാത, പാർക്കിംഗ് ഏരിയ എന്നിവ നിർമ്മിക്കുമ്പോൾ കളിസ്ഥലം 4/1 ചുരുങ്ങുമെന്ന് താരങ്ങൾ പറയുന്നു. കളിക്കളം ഇല്ലാതാക്കുന്ന നടപടിക്കെതിരെ കായിക താരങ്ങൾ ഫുട്ബോൾ കളിച്ച് പ്രതിഷേധിച്ചു. തൃശൂർ കോവിലുവിള തുടലി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്ത ജനപ്രതിനിധികൾക്കെതിരെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 500ഓളം പേർ മാർച്ചിൽ പങ്കെടുത്തു. വർഷങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞ റോഡ് എത്രയും വേഗം ഗതാഗത യോഗ്യമാക്കണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. തൃശൂർ കൊടുങ്ങല്ലൂരിൽ ചെയർമാൻ മഹല്ല് യുവജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ സബ് ഇൻസ്പെക്ടർ സലീം ഉദ്ഘാടനം ചെയ്തു. ലഹരി കേസുകളിലെ ശിക്ഷാ നിയമത്തിൽ ഭേദഗതി വരുത്തണമെന്ന് യുവജന കൂട്ടായ്മ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. വർദ്ധിച്ചുവരുന്ന ലഹരി വിപത്തിനെതിരെ കോഴിക്കോട് കാരശ്ശേരിയിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. കാരശ്ശേരി പഞ്ചായത്തിന്റെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. മുക്കം SI അർഷിദ് PM ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ഓഫീസിന് സമീപത്തു നിന്ന് ആരംഭിച്ച മാർച്ച് വനിതാ ബാങ്കിന് സമീപം സമാപിച്ചു. പന്തം കൊളുത്തിയുള്ള മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. തൃശൂർ മച്ചാട് മെമ്മറീസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കരുമത്ര അൽഫോൺസ ഹോമിലെ അന്തേവാസികൾക്ക് നൽകുന്ന സ്നേഹോപഹാര സമർപ്പണത്തിന്റെ ഉദ്ഘാടനം നടന്നു. തക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. മച്ചാട് മെമ്മറീസ് പ്രസിഡന്റ് K രാജൻ ജോർജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ മാന്നാർ ഗ്രാമപഞ്ചായത്ത് കുട്ടമ്പേരൂരിൽ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച കുന്നക്കാട് കുളത്തിന്റെ ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. മന്ത്രി ഫണ്ടിൽ നിന്ന് അനുവദിച്ച 42 ലക്ഷം രൂപയിൽ നിർമ്മിക്കുന്ന കുട്ടമ്പേരൂർ കുടുംബക്ഷേമ ഉപകേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനവും മന്ത്രി നിർവഹിച്ചു. വികസന പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയമില്ലെന്നും നാടിന്റെ പുരോഗതിയാണ് ലക്ഷ്യം വെക്കുന്നതെന്നും ചടങ്ങിൽ മന്ത്രി പറഞ്ഞു. മലപ്പുറം പുത്തനത്താണിയിൽ പെരുന്നാൾ കിറ്റുകൾ വിതരണം ചെയ്തു. KMCC കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തിയ വിതരണം തിരൂർ നിയോജക മണ്ഡലം ലീഗ് പ്രസിഡന്റ് അബ്ദുൽ കരീം ഉദ്ഘാടനം ചെയ്തു. കൽപ്പകഞ്ചേരി പഞ്ചായത്തിലെ 8ാം വാർഡിലെയും സമീപ വാർഡുകളിലെയും കുടുംബങ്ങൾക്കാണ് കിറ്റ് വിതരണം ചെയ്തത്. കോഴിക്കോട് പാലത്ത ഹിമായത്തുദ്ദീൻ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. സംഘത്തിന്റെ 60ാം വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സംഗമത്തിൽ നിരവധി പേർ പങ്കെടുത്തു. 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ നിരവധി പ്രവർത്തനങ്ങളാണ് സംഘം നടപ്പിലാക്കിയത്. മലപ്പുറം എടക്കുളം കാതനങ്ങാട് ഇഫ്താർ സംഗമവും റിലീഫ് വിതരണവും സംഘടിപ്പിച്ചു. കാതനങ്ങാടി CH ആർട്ട് ആൻഡ് സ്പോർട്സ് കൾച്ചറൽ സൊസൈറ്റി ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു സ്നേഹവിരുന്ന്. ഇഫ്താർ സംഗമത്തിൽ നിരവധി പേർ പങ്കുചേർന്നു. തൃശൂർ പാടൂർ അലീമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇഫ്താർ സംഗമം നടത്തി. 1983 SSLC ബാച്ചിലെ വിദ്യാർത്ഥികൾക്കാണ് സംഗമം സംഘടിപ്പിച്ചത്. പൂർവ്വ അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും സ്നേഹസംഗമത്തിൽ പങ്കാളികളായി. തൃശൂർ പാടൂരിൽ ഫാസിസ്റ്റ് ക്ലബിന്റെ നേതൃത്വത്തിൽ പാടൂർ സെന്റ് മസ്ജിദിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. യുവാക്കളിൽ മതബോധം നഷ്ടപ്പെടുന്നതും സാമൂഹ്യ പ്രതിബദ്ധത ഇല്ലാതാക്കുന്നതുമാണ് അവരെ ലഹരിയിലേക്ക് അടുപ്പിക്കുന്നതെന്നും ക്ലബിന്റെ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് മാതൃകയാണെന്നും മസ്ജിദ് ഖത്തീബ് മുസ്തഫ ഫൈസി പറഞ്ഞു. തൃശൂർ നെല്ലങ്കരയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നെല്ലങ്കര കൂട്ടായ്മയുടെയും മാർ തിമോത്തിയോസ് ചാരിറ്റബിൾ ഹോസ്പിറ്റലിന്റെയും നേതൃത്വത്തിലായിരുന്നു ക്യാമ്പ്. തൃശൂർ മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിൽ സൗജന്യ രക്തപരിശോധനയും മരുന്ന് വിതരണവും നടന്നു. തൃശൂർ വടക്കാഞ്ചേരി ആലത്തൂർ മനയിൽ പരേതനായ നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ ഭാര്യ ഗീത അന്തർജനം നിര്യാതിയായി. 89 വയസ്സായിരുന്നു. വൈദ്യരത്നം ഔഷധശാല സ്ഥാപകൻ, അഷ്ടവൈദ്യൻ, പരേതനായ പത്മശ്രീ ET നീലകണ്ഠൻ മുസ്സിന്റെ മകളാണ്. സംസ്കാരം നാളെ ഉച്ചയ്ക്ക് ശേഷം ഇല്ലവളപ്പിൽ നടക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം കൃഷി അറിവുകളും പകർന്നു നൽകി പാലക്കാട് കൗക്കോട് MMALP സ്കൂളിലെ 20 സെന്റ് സ്ഥലത്ത് ഓമക്കായ കൃഷി വിളവെടുപ്പ് നടത്തി. ഈ വിദ്യാലയം ഓരോ വർഷവും വ്യത്യസ്ത പച്ചക്കറികളും പൂക്കൾ കൃഷിയും ചെയ്യാറുണ്ട്. തൃശൂർ പുത്തൻപള്ളിയുടെ 100ാമത് വാർഷികത്തോടനുബന്ധിച്ച് ഇടവകയിലെ ജൂബിലി മിഷൻ ആശുപത്രിയിലേക്ക് ഡയാലിസിസ് മെഷീൻ നൽകി. റവറന്റ് ഫാദർ ഡോക്ടർ ആൻഡ്രൂസ് താഴത്ത് ചടങ്ങിന് നേതൃത്വം നൽകി.
തിരുവനന്തപുരം നെയ്യാറ്റിൻകര ലത്തീൻ രൂപതയുടെ മെത്രാൻ അഭിഷേക ചടങ്ങ് ആഘോഷമാക്കാൻ ഒരുങ്ങി വിശ്വാസ സമൂഹം. രൂപതയുടെ രണ്ടാമത്തെ ബിഷപ്പായി ചുമതലയേൽക്കുന്ന ടി സെൽവരാജിന്റെ മെത്രാഭിഷേക ചടങ്ങ് ചൊവ്വാഴ്ച നടക്കും. ബിഷപ്പ് വിൻസെന്റിന്റെ സാമുവൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വത്തിക്കാനിൽ നിന്നുള്ള ഇന്ത്യൻ സ്ഥാനപതി ആർച്ച് ബിഷപ്പ് ലിയോപോൾ ഡോക്ടർ ജിൻഡേലി ഉൾപ്പെടെ വൈദിക സെഷന്മാർ ചടങ്ങിൽ പങ്കെടുക്കും. തൃശൂർ കൊടുങ്ങല്ലൂർ CPI മണ്ഡലം സമ്മേളനത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു. സമ്മേളനം മെയ് 2, 3, 4 തീയതികളിൽ കൊടുങ്ങല്ലൂരിൽ നടക്കും. സംഘാടക സമിതി രൂപീകരണ യോഗം ജില്ലാ സെക്രട്ടറി KK വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ മണലൂരിൽ ലോക ക്ഷയരോഗ ദിനാചരണത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികൾ സംഘടിപ്പിച്ചു. മണലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് നിർവഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ചു. റോഡ് അപകടങ്ങളിലും മറ്റ് അത്യാഹിതങ്ങളിലും 24 മണിക്കൂറും സൗജന്യ സേവനം നടത്തുന്ന ആക്സിന്റെ പുതിയ ബ്രാഞ്ച് തൃശൂർ കാഞ്ഞാണിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ജില്ലയിലെ 25 ആംബുലൻസുകൾ കാഞ്ഞാണിയിൽ റോഡിലിറങ്ങി. ആക്സ് ജനറൽ സെക്രട്ടറിയും മേയറുമായ MK വർഗീസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പനങ്ങാട്ടുകര ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ വീട്ടിലേക്കൊരു പുസ്തകം വായനാ വസന്തവും ഉദ്ഘാടനവും ഹരിത വായനശാലയുടെ പ്രഖ്യാപനവും നടന്നു. തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അതിവേഗ വാർത്തയിൽ ഇനിയൊരു ഇടവേള. അതിവേഗ വാർത്തകൾ തുടരുന്നു. ബില്യൺ ബീസ് ഷെയർ ട്രേഡിംഗ് തട്ടിപ്പിൽ ഒരാൾ അറസ്റ്റിൽ. കോലോത്തുംപടി സ്വദേശി സുബിനാണ് അറസ്റ്റിലായത്. ഇരിങ്ങാലക്കുട കാരുമാത്ര സ്വദേശിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. ബില്യൺ ബീസ് ഷെയർ ട്രേഡിംഗ് തട്ടിപ്പിലൂടെ 2,65,33,000 രൂപ തട്ടിപ്പ് നടത്തിയെന്നാണ് പരാതി. മയക്കുമരുന്നിനെതിരായ ഓപ്പറേഷൻ ഡി ഹണ്ടിൽ പോലീസിന് സഹായിയായി മയക്കുമരുന്ന് കൈവശം വെക്കുന്നവരെ കണ്ടെത്താനായി നർക്കോട്ടിക് സ്നിഫർ ട്രെയിനിംഗ് ലഭിച്ച നായകളാണ് കൊല്ലത്ത് സ്നിഫർ ഡോഗിനെ ഉപയോഗിച്ചുള്ള പരിശോധന ഇതാദ്യം. ആലപ്പുഴ മാന്നാറിൽ യൂണിയൻ യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ ലഹരി ഉപയോഗത്തിനും വിൽപ്പനയ്ക്കുമെതിരെ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. ലഹരി വിരുദ്ധ സായാഹ്ന സംഗമം സബ് ഇൻസ്പെക്ടർ സാംസൺ ഉദ്ഘാടനം ചെയ്തു. SNDP മാന്നാർ യൂണിയൻ യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് വിധു വിവേക് അധ്യക്ഷനായി. കൊല്ലം ചടയമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 4ഓളം വധശ്രമ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. ഇളമാട് സ്വദേശി റോയ് ഫിലിപ്പിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊല്ലം ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രകാരം പ്രതിയെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. കൊല്ലം ആയൂരിൽ സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം മകൻ ജീവനൊടുക്കി. ആയൂർ സ്വദേശി രഞ്ജിത്താണ് മരിച്ചത്. അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ഗുളിക നൽകിയ ശേഷം കഴുത്തിൽ ഷാൾ മുറുക്കി. അമ്മ സുജാതയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കർണാടകയിൽ 2 മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥികൾ വാഹനാപകടത്തിൽ മരിച്ചു. കൊല്ലം മഞ്ചൽ സ്വദേശികളായ യാസീനും അൽത്താഫുമാണ് മരിച്ചത്. ചിത്രദുർഗയിലെ നഴ്സിംഗ് കോളേജ് 1ാം വർഷ വിദ്യാർത്ഥികളാണ് ഇരുവരും. വിദ്യാർത്ഥികൾ ഭക്ഷണം കഴിച്ചു മടങ്ങവേ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടം. കൊച്ചി കടവന്ത്രയിൽ മദ്യലഹരിയിൽ കാർ ചേസിംഗ്. കടവന്ത്ര മെട്രോ സ്റ്റേഷന് സമീപത്തായിരുന്നു അപകടം. അപകടത്തിൽ നിയന്ത്രണം വിട്ട കാർ ഗോവൻ യുവതിയെ ഇടിച്ചു തെറിപ്പിച്ചു. പാലക്കാട് തിരുവേഗപ്പുറയിൽ നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി ഇടിച്ച് വഴിയാത്രക്കാരൻ മരിച്ചു. കൈപ്പുറം പണിക്ക വീട്ടിൽ ഇബ്രാഹിമാണ് മരിച്ചത്. റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്ന ഇബ്രാഹിമിനെ ഭാഗത്തുനിന്ന് മെറ്റൽ കയറ്റി വന്ന ലോറി ഇടിക്കുകയായിരുന്നു. ഒപ്പം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ചുമട്ടുതൊഴിലാളി മരിച്ചു. പൊന്നമ്പിത്താഴ് സ്വദേശി ശ്രീധരൻ നായരാണ് മരിച്ചത്. അഞ്ചര മറങ്കൊലയ്ക്ക് സമീപം എതിരെ വന്ന ബൈക്കിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ ശ്രീധരൻ നായരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായി.
കോഴിക്കോട് കാറിൽ നിന്നും 40 ലക്ഷം രൂപ കവർന്ന സംഭവത്തിൽ പരാതിക്കാരൻ അറസ്റ്റിലായത് പരാതിക്കാരനുൾപ്പെടെ 3 പേർ. പിടിയിലായ സാജിദും ജംഷീറും പരാതിക്കാരനായ PM റഹീസിന്റെ സുഹൃത്തുക്കൾ. കവർച്ചാ നാടകം പരാതിക്കാരൻ ആസൂത്രണം ചെയ്തതെന്ന് പോലീസ്. തൃശൂർ കൊടുങ്ങല്ലൂരിൽ വാഹന പരിശോധനയ്ക്കിടയിൽ കസ്റ്റഡിയിലെടുത്ത യുവാവ് പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും പോലീസ് ജീപ്പിന്റെ ചില്ല് തകർക്കുകയും ചെയ്തു. സംഭവത്തിൽ പൊയ്യ സ്വദേശി രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂരിൽ 2 കൊലപാതക കേസുകൾ ഉൾപ്പെടെ നിരവധി കേസിൽ പ്രതിയായ യുവാവിനെ കാപ്പ ചുമത്തി നാടുകടത്തി. ചിറക്കേക്കാട് സ്വദേശി അക്ഷയ്ക്കെതിരെയാണ് കാപ്പ ചുമത്തിയത്. അക്ഷയ്ക്കെതിരെ മുൻപും കാപ്പ ചുമത്തിയിരുന്നു. ആലപ്പുഴ മാന്നാറിൽ നേത്രദിനത്തോടനുബന്ധിച്ച് ഡ്രൈവർമാർക്ക് സൗജന്യ നേത്ര പരിശോധന നടത്തി. മാന്നാർ CHCയിലെ ഒപ്റ്റോമെട്രിക് എബ്രഹാം വർഗീസ്, ചെറുതന FHCയിലെ ഒപ്റ്റോമെട്രിസ്റ്റ് അരുൺ കുമാർ എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ പെരിങ്ങോട്ടുകര താന്യം ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിൽ ഹൃദയത്തിൽ നിന്നും എന്റെ ഗ്രാമം എന്ന പദ്ധതിയുടെ ഭാഗമായി നടന്ന ചടങ്ങിൽ ലോക ജലദിനത്തോടനുബന്ധിച്ച് ജലസംരക്ഷണ പ്രതിജ്ഞ പുതുക്കി. വാർഡ് മെമ്പർ ആറ്റോ തൊറയിൽ പ്രതിജ്ഞ ചൊല്ലി കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രതീകാത്മകമായി ആനയെ നടയിരുത്തൽ ചടങ്ങ് നടന്നു. ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ പുതുമന ശ്രീജിത്ത് നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. ബംഗളൂരു നിവാസിയായ അക്ഷയ് സറഫും കുടുംബവുമാണ് ആനയെ നടയിരുത്തിയത്. തൃശൂർ പാവറട്ടി പഞ്ചായത്തിന്റെ 2025-26 വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് ഷീബ തോമസ് അവതരിപ്പിച്ചു. ഭവന നിർമ്മാണത്തിനും കാർഷിക മേഖലയ്ക്കും മുൻഗണന നൽകിയാണ് ബജറ്റ് തയ്യാറാക്കിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന അധ്യക്ഷത വഹിച്ചു. തൃശൂർ അന്തിക്കാട് കാർഷിക മേഖലയ്ക്കും പാർപ്പിട പദ്ധതികൾക്കും മുൻഗണന നൽകി. അന്തിക്കാട് പഞ്ചായത്തിലെ 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് PS സുജിത്ത് അവതരിപ്പിച്ചു. 15 വാർഡുകളുടെയും സന്തുലന വികസന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ബജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. ആരോഗ്യ മേഖലയ്ക്കും പട്ടികജാതി വിഭാഗങ്ങളുടെ ഉന്നമനത്തിനും കുടിവെള്ള മേഖലയ്ക്കും റോഡുകളുടെ ഗുണനിലവാരം ഉയർത്തുന്നതിനും തുക നീക്കിവച്ചിട്ടുണ്ട്. തിരുവനന്തപുരം വെള്ളനാട് ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വെള്ളനാട് ശ്രീകണ്ഠൻ അവതരിപ്പിച്ചു. വിദ്യാഭ്യാസം, കായികം, മൃഗസംരക്ഷണം, വയോജന പദ്ധതികൾ, ബാലസൗഹൃദം, കുടുംബശ്രീ, ആരോഗ്യം, പൊതുമരാമത്ത്, കുടിവെള്ളം, മാലിന്യ സംസ്കരണം എന്നീ മേഖലകളിൽ പഞ്ചായത്ത് മികച്ച പ്രകടനം നടത്തിയെന്ന് റിപ്പോർട്ട്. മന്ത്രി MP രാജേഷിന് നിവേദനം സമർപ്പിച്ച് ഇവന്റ്സ് വർക്കേഴ്സ് യൂണിയൻ CITU തൃശൂർ ജില്ലാ കമ്മിറ്റി. തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നിവേദനം സമർപ്പിച്ചത്. മലപ്പുറത്ത് ഡോക്ടർ NK മുഹമ്മദ് മെമ്മോറിയൽ MES സെൻട്രൽ സ്കൂളിൽ 3-ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ കോൺവെക്കേഷൻ സംഘടിപ്പിച്ചു. ചടങ്ങ് ഇന്റർനാഷണൽ സ്കൂൾ സീനിയർ പ്രിൻസിപ്പൽ ആശ ബൈജു ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം വളാഞ്ചേരിയിൽ കരിപ്പോൾ മസ്തുറുൽ ഖൈറാത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രാർത്ഥനാ മജ്ലിസ് സംഘടിപ്പിച്ചു. ചടങ്ങ് മസ്ജിദ് മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി ഉദ്ഘാടനം ചെയ്തു. തൗഫീഖ് സഖാദി ഷൊർണൂർ അധ്യക്ഷനായി. തൃശൂർ പൂരം പ്രദർശനത്തിന് തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും റവന്യൂ മന്ത്രി K രാജനും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. ഏപ്രിൽ 2-ന് സ്റ്റാളുകളുടെ പ്രവർത്തനം ആരംഭിക്കും. ഭഗത് സിംഗ് രക്തസാക്ഷി ദിനത്തിൽ തിരുവമ്പാടി SFI ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. SFI കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വൈഷ്ണവ് രാജ് ഉദ്ഘാടനം ചെയ്തു. ദിവേഗ വാർത്തകൾ പൂർണ്ണമാകും.